അക്കുവോ ഇന്നെന്താ കൂട്ടാൻ വേണ്ടത്? വെണ്ടക്ക എന്താ കാട്ടേണ്ടത്? പൊരിക്ക. ഓക്കെ. അപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ല കഴുകി സുന്ദരനാക്കി അവിടെ വെച്ചിക്കണം. അപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നുറുക്കിയ കഷ്ണങ്ങളൊക്കെ നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചു. നമുക്കിതിൽ അരവൊക്കെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ചാൻ തുടങ്ങാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അതിൽ എണ്ണ ഒഴിച്ചിക്കണ്. ഞാൻ അതൊന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടാകുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ എണ്ണ നല്ലോണം ചൂടായിക്കണേ. ഞങ്ങൾക്ക് വെണ്ടക്ക ഇടുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തീ ഫുള്ളിൽ തന്നെ കടന്നേക്കാം. എന്നാലൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. എനിക്കാണെങ്കിൽ എരിവും പുളിയും ഒന്നും പറ്റില്ല. അപ്പോൾ വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കൽ മാത്രമായിട്ടാണ്. ഞങ്ങൾക്ക് എരിവും പുളിയൊക്കെ വേണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് പാലുണ്ട്, അത് കാച്ചി വെക്കാം. അങ്ങനെ നമ്മൾ വെണ്ടക്ക ഏകദേശം റെഡിയായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. കണ്ടോ? അപ്പം നമുക്ക് നമ്മളെ വെണ്ടയ്ക്കൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. കോരിയോ വെണ്ടക്ക റെഡി. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ റെഡിയായി, വറുത്ത് കോരി വെച്ചു. പാലും തിളച്ചു. അപ്പോൾ എരിവൊന്നും പറ്റാത്ത നമ്മളെ മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ, പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഒരു വിഭവമാണ് കേട്ടോ ഇത്. എന്നാൽ എരിവിൻ്റെ പ്രശ്നമല്ല,
അവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.